ജാൻപീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു. സാമൂഹ്യ സേവന ആതുര ശുശ്രൂഷ രംഗത്തെ സുദർഹമായ സേവനങ്ങൾ കാഴ്ചവെക്കുന്ന പഴങ്കുളങ്ങര അല്ലമീൻ സാധു സംരക്ഷണ കമ്മിറ്റി 2026 റംസാൻ റിലീഫിന്റെ ഭാഗമായുള്ള 4ാം ഘട്ട റിലീഫ് വിതരണവും തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം ഹാജിക്ക് സ്വീകരണവും നൽകി. AMS ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ തിരൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ബഹുമാനപ്പെട്ട കീഴടത്തിൽ ഇബ്രാഹിം ഹാജി 125ഓളം വരുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു. പ്രസ്തുത പരിപാടിയിൽ കോട്ടുമഹല്ല് ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ ഹക്കീം ബദരി, കീഴടത്തിൽ പോക്കർ ഹാജി പുളിക്കൽ, ഹംസ ടി, സൈനുദ്ദീൻ എന്ന ഏനി, പൂന്തല ഷമീർ ബാബു, ഹനീഫ കെ, ഫാറൂഖ് നാലകത്ത്, സക്കരിയ, മനാഫ് കെ അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു. റിലീഫിന്റെ 1ാം ഘട്ടം തിരൂർ മതിലിങ്ങൽ മദ്രസയിൽ വെച്ച് തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര തിരഞ്ഞെടുക്കപ്പെട്ട 100 സഹോദരിമാർക്കുള്ള നമസ്കാര കുപ്പായം, മുസല്ല, ഖുർആൻ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു. റിലീഫിന്റെ 2ാം ഘട്ടം പാലക്കാട് നെന്മാറയിൽ വെച്ച് തെരഞ്ഞെടുക്കപ്പെട്ട 100 സഹോദരിമാർക്ക് നമസ്കാര കുപ്പായം, മുസല്ല, ഖുർആൻ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു. 3ാം ഘട്ടം തവനൂർ പ്രതീക്ഷാ ഭവനിലെ 100ൽ പരം അന്തേവാസികൾക്കുള്ള പുതുവസ്ത്ര വിതരണം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്മിജി വിതരണം ചെയ്തു. ഇവിടെ നമ്മളിപ്പോൾ ഇന്നിങ്ങനെ അല്ലമീൻ സാധു സംരക്ഷണ കമ്മിറ്റിയുടെ വർഷം തോറും നടത്തി വരുന്ന റിലീഫിൻ്റെ റമദാൻ കിറ്റ് വിതരണത്തിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. അള്ളാഹു നമ്മളുടെ ഈ സംഗമം നമ്മളിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അല്ലമീനെ സംബന്ധിച്ച് കൂടുതൽ ആരോടും നമുക്ക് ഒന്നും കൂടുതൽ പറയേണ്ടതില്ല. ومن شر النفاثات في العقد ومن شر حاسد إذا حسد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الفاتح لما غلق الخاتم لما سبق. ഇതേമാതിരിയുള്ള ഈ നല്ല പ്രവർത്തനങ്ങൾ നടത്തി തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായിരിക്കണം. ഇപ്പോഴും അത് തുടർന്നു വരികയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒക്കെ അറിയുന്ന ഒരു വിഷയമാണ്. നമ്മൾ ഇപ്പോൾ ഈ പൂർത്തിയാക്കപ്പെട്ട റമദാൻ മാസത്തിൻ്റെ ഒടുവിലത്തെ 10ലാണ് നമ്മളിത് വാങ്ങാനും വന്ന് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും ഇതിപ്പോൾ അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ നാളെ 27 രാവാണ്. ഏറ്റവും പൂർത്തിയാക്കപ്പെട്ട ദിവസങ്ങളിലാണല്ലോ നമ്മളിപ്പോൾ നിലകൊണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. 10-20 കൊല്ലം മുമ്പാണ് ഈ ഒരു സംവിധാനം തുടക്കം കുറിച്ചത്. തുടക്കം കുറിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ബഹുമാനപ്പെട്ട മർഹൂം IP അഹമ്മദ് കുട്ടി മാസ്റ്ററുടെ ഒരു സഹോദരൻ RMS ഓഫീസിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട സൈദൽവി സാഹിബ് മരണപ്പെടുകയാണ്. വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരു ആംബുലൻസ് സൗകര്യമില്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ ടക്കർ വിളിച്ചിട്ടാണ് കൊണ്ടുപോയത്. ആ മയ്യത്ത് വെട്ടത്ത് കൊണ്ടുപോവുകയും തിരിച്ച് മറമാടുന്നതിന് വേണ്ടി അസ്ര നമസ്കാരത്തിൻ്റെ ആ സമയത്ത് കോരങ്ങത്തെ പള്ളിയൊക്കെ കൊടുക്കണം. അപ്പോൾ പ്രിയപ്പെട്ട നമ്മളെ അംസ സാഹിബ്, നമുക്ക് അവർക്കും പ്രിയങ്കരനായ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, മറ്റ് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2026 റംസാൻ റിലീഫിൻ്റെ ഭാഗമായുള്ള 4ാമത്തെ പൊതുപരിപാടിയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഇന്ന് നമ്മുടെ ഈ റിലീഫ് പ്രവർത്തനത്തോടൊപ്പം തന്നെ ഈ സംഘടനയുടെ മുഖ്യ രക്ഷാധികാരിയും കൂടിയായ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി അവർകൾ, ബഹുമാനപ്പെട്ടവരെ തിരൂർ മുനിസിപ്പൽ ചെയർമാനായി അധികാരമേറ്റ വിവരം നാം അവരും അറിഞ്ഞിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ടവർക്ക് ഈ സംഘടനയുടെ ഒരു സ്വീകരണവും കൂടിയാണ് ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഈ അല്ലമീൻ കമ്മിറ്റിയുടെ ഫണ്ട് എന്ന് പറഞ്ഞാൽ അത് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം സംഭാവന ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു പോകുന്നൊരു സംഘടനയാണ്. അപ്പോൾ അത്രയും ആളുകൾക്ക് അവരൊരു പ്രതീക്ഷയുണ്ട്. പല ആളുകൾക്കും പല പ്രയാസങ്ങളുമാണ് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മാരക രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി ആളുകൾ. അതിലുപരിയായിട്ട്
വിദേശ രാജ്യങ്ങളിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലും പ്രവർത്തനത്തിലും അവിടെ കച്ചവടത്തിലൊക്കെ അവർക്ക് അഭിവൃദ്ധി നേടേണ്ടതുണ്ട്. ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് നമ്മുടെ മക്കളെ വിവാഹം ചെയ്തു കൊടുക്കേണ്ട ലക്ഷ്യം അങ്ങനെയുണ്ട്. മീഡിയ ന്യൂസ്, തിരൂർ.